ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി ക്രിസ്മസ് സമാഗതമായി കൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായി മാറുന്നത്, ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നത് നക്ഷത്രങ്ങളാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 3 രാജാക്കന്മാർക്ക് വഴി കാണിച്ചുകൊണ്ട് നക്ഷത്രം ഏറ്റെടുത്ത ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പം നക്ഷത്രം എന്ന് പറയുന്നത് വഴികാട്ടിയാണ്. ക്രിസ്മസ് കാലയളവിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ മാത്രമല്ല, അനേകം ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് ജാതി മത ഭേദമന്യേ അനേകരുടെ ഭവനങ്ങളിൽ ഉയർത്തുന്ന നക്ഷത്രങ്ങൾ ചുറ്റുവട്ടങ്ങളിൽ പ്രകാശം ചൊരിയുന്നത് പോലെ ഇരുട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് ചുറ്റുമുള്ളവർക്ക് പ്രതീക്ഷയുടെ പ്രകാശമായ നക്ഷത്രങ്ങളായി വഴികാട്ടാൻ നമുക്ക് കഴിയണം. ഇപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നവരുടെ ദൗത്യം അതായിരിക്കണം. തെക്കേ വീട്ടിലൊരു നീല നക്ഷത്രം കുരിശിലേറിയവൻ്റെ ആഴമേറിയ കണ്ണുകൾ പോലെ, വടക്കേ വീട്ടിൽ ഒരു ചുവപ്പ് നക്ഷത്രം കുരിശിലേറിയവൻ്റെ നിറഞ്ഞ ഹൃദയം പോലെ, നമ്മുടെ വീട്ടിൽ അവിശ്വാസിയുടെ കറുപ്പ് നക്ഷത്രം നമ്മുടെ മുറ്റത്തൊരു അമാവാസി വിരിയുന്നു. കറുത്ത ദേവത നമ്മെ ഭരിക്കാൻ ഇറങ്ങി വരുന്നു. അവൾ നമ്മുടെ കണ്ണ് പൊട്ടിക്കുന്നു, നമ്മിൽ പക നിറയുന്നു. ഈ പിറവി ക്രിസ്തുവിൻ്റേതല്ല. അപ്പം സച്ചിദാനന്ദൻ എന്ന് പറയുന്ന മലയാളത്തിലെ അതിപ്രശസ്തനായ കവിയുടെ പിറവി എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് ഈ ചൊല്ലിയത്. ഇന്നത്തെ പിറവിയും അന്നത്തെ തിരുപ്പിറവിയും തമ്മിലുള്ള അന്തരം ഏറി. അവരൻ്റെ നക്ഷത്രത്തിൻ്റെ ആധ്യാത്മികതയും തൻ്റെ നക്ഷത്രത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ കറുപ്പ് നിറവും തിരിച്ചറിയുമ്പോൾ നമ്മുടെ വീട്ടിലേത് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയല്ല എന്ന സൂചന വളരെ കൃത്യമായിട്ട് ലളിതമായ ഒരു കവിതയിലൂടെ കവി നൽകുന്നു. അപ്പം അവരൻ്റെ കുറവിനെ മനസ്സിലാക്കി അത് നികത്താൻ മുന്നിട്ടിറങ്ങുന്നവരൊക്കെ വെറും സ്റ്റാറുകളല്ല, അവരെയാണ് സൂപ്പർ സ്റ്റാറുകളായി സമൂഹം പരിഗണിക്കുന്നത്. ആ സൂപ്പർ സ്റ്റാറുകളാകണമെങ്കിൽ നമുക്ക് ഈ ക്രിസ്മസ് കാലയളവിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധ്യമാകണം. അത് ക്ലാസ് റൂമിലാകാം, വീടുകളിലാകാം, ദേവാലയങ്ങളിലാകാം, പൊതു നിരത്തുകളിലാകാം. അങ്ങനെ എവിടെയായിരുന്നാലും തൂക്കിയിടുന്ന നക്ഷത്രങ്ങളെക്കാൾ അവരൻ്റെ ഹൃദയത്തിൽ പ്രകാശം വരുത്തുന്ന നക്ഷത്രങ്ങളായി ഉയരുവാൻ ഈ ക്രിസ്മസിൻ്റെ മഹത്തായ കാലയളവിൽ നമുക്ക് കഴിയണം. ടൊറൻറ്റോയിൽ വളരെ പ്രശസ്തമായ ഒരു കലാകാരനുണ്ട്. ആ കലാകാരൻ്റെ പേര് തിമോത്തി ഷുമൾസ് എന്നാണ്. അദ്ദേഹം നിർമ്മിച്ച ക്രിസ്തുവിൻ്റെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് കലാകാരൻ നൽകിയിരിക്കുന്ന പേര് ഹോംലെസ് ജീസസ് എന്നാണ് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൊറൻറ്റോയിലെ വിശ്വവിഖ്യാതനായ ആ കലാകാരൻ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ക്രിസ്മസിൻ്റെ കാലയളവിൽ ഏറെ ചിന്തനീയമാണ്. ഒരു മരത്തിൻ്റെ ബെഞ്ചിൽ ഭവനമില്ലാത്തവനായി, സ്വന്തമായി വീടില്ലാത്തവനായി, അഭയം കിട്ടാത്തവനായി കൂഞ്ഞി കിടന്നുറങ്ങുന്ന, തണുത്ത് വിറച്ച് കിടന്നുറങ്ങുന്ന
ക്രിസ്തുവിനെയാണ് ആ ചിത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പുറത്ത് നിർത്തപ്പെടുന്നവരുടെ വേദനകൾ നമ്മെ അസ്വസ്ഥരാക്കേണ്ടിയിരിക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഉന്മത്തരായിട്ട് മാറുമ്പോൾ പുറത്ത് നിർത്തപ്പെടുന്നവരുടെ വേദനകൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കേണ്ടിയിരിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ മഹത്തായ കാലയളവിൽ ഹോംലെസ്നെസ് എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്ന് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ കാലം പങ്കിടുമ്പോൾ നാം എല്ലാവരുടെയും ഇടയിൽ ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. അപ്രകാരം ഈ ക്രിസ്മസിൻ്റെ ഈ കാലയളവിൽ ബന്ധങ്ങളിൽ നിന്ന് അകന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അലങ്കരിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ നക്ഷത്രം 3 രാജാക്കന്മാർക്ക് വഴികാട്ടിയതുപോലെ ആ നക്ഷത്രത്തെ പോലെ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വഴികാട്ടിയായി തീരുമ്പോഴാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.